അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് മാറ്റി നേരെ ഊട്ടിയിലേക്കുള്ള വഴി കേട്ടോ. അങ്ങനെ നമ്മുടെ മുത്തങ്ങ കാടൊക്കെ കഴിഞ്ഞ് നേരെ ചെക്ക് പോയിന്റും കഴിഞ്ഞ് നിഖിലിതാ കട്ടൻ ചായ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ടൻ ചായ കുടിക്കാനുള്ള രീതിയിൽ ഞങ്ങളൊന്ന് സൈഡാക്കി. അടുത്ത പരിപാടി എന്താ പറയുക, നേരെ നമ്മുടെ ഗോപാലസ്വാമി ക്ഷേത്രത്തിലേക്ക് അവിടെ അതിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്ന ഒരു ഷോർട്ട് വഴി ഉണ്ട് കേട്ടോ. സംഭവം എന്താ വെച്ചാൽ ടോളും വേണ്ട, മാത്രമല്ല നല്ല ഗ്രാമീണത ഉണർത്തുന്ന നല്ല റൂട്ടാണ് കേട്ടോ. ഓരോ ഗ്രാമങ്ങളും കൃഷികളും അങ്ങനെ ഇതാ നമ്മൾ ഓരോ ഊട് വഴി കൂടെ ഇങ്ങനെ പോയി. നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. ഇത് കാണേണ്ടതും നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഈ റൂട്ടിൽ നിങ്ങൾ യാത്ര ചെയ്യണം. അടിപൊളി റൂട്ടാണ് കേട്ടോ. ഫുള്ള് കൃഷികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ ഗ്രാമീണത പുലർത്തുന്ന നല്ലൊരു റൂട്ടാണ്. പിന്നെ ഈ ഓണത്തിൻ്റെ ആ സീസണൊക്കെയാണ് നിങ്ങൾക്ക് രണ്ട് സൈഡിലും നല്ല നിറയെ പൂവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നേരെ ചെന്ന് കയറുന്നത് ഗോപാലസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ എൻഡിലുള്ള സ്ഥലത്തേക്കാണ്. അപ്പോൾ തന്നെ നമ്മൾ നേരെ മസനഗുഡിയിലേക്കാണ് പോകുന്നത്. ഗോപാലസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ കയറിയിട്ടില്ല, ആ വഴി പോകുന്നതേ ഉള്ളൂ. എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. ജോക്കിൻ്റെ കവറുകൾ നോക്കണ്ട, തക്കാളി അങ്ങനെ എല്ലാ പച്ചക്കറിയും ഉണ്ട്. അപ്പോൾ അടുത്ത കുക്കിങ്ങിലേക്കാണ് പോകാൻ പോകുന്നത്. പിന്നെ അതെന്താ ഒരേ നിർബന്ധം ഇളഞ്ഞി വേണമെന്നുള്ളത്. അങ്ങനെ ഇളഞ്ഞിയൊക്കെ വാങ്ങി കുടിച്ച് നേരെ നമ്മളിതാ അപ്പോൾ ഇതാ മസനഗുഡിയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ ഊട്ടിയിലേക്കുള്ള പരിപാടി കേട്ടോ. നമ്മളെ കല്ലട്ടി ചുരം കയറി നല്ല അടിപൊളി വൈബാണ്. ഒരിക്കൽ തന്നെ നിങ്ങൾ യാത്ര ചെയ്യണം. അങ്ങനെ നമ്മൾ ഓഫ് റോഡൊക്കെ ഉണ്ട്, ചെറിയൊരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഊട്ടിയിൽ. നേരെ നമ്മുടെ ഷമീർ ഖാൻ്റെ പ്രോപ്പർട്ടിയിലാട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. നല്ല അടിപൊളി വൈബും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ആര് പോകുകയാണെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് പോകാം. 2 വീലും 4 വീലും പോകും. 4 വീലാണെങ്കിൽ ധൈര്യമായിട്ട് പോകാം. 2 വീലാണെങ്കിൽ ചിലപ്പോൾ ഒരു പിടിക്കലൊക്കെ ഉണ്ടാവും.